ഹലോ. രാവിലെ എണീറ്റ ഉടനെ താങ്ങിയും തൂങ്ങിയിരുന്ന് കളയാൻ സമയം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. കാരണം രാവിലെ 8:25 മുന്നേ സ്കൂളിലെത്തണമെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കുളിച്ചു, അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു. നേരെ അടുക്കളയിലോട്ട് വന്നു, കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ചോറൊക്കെ പാക്ക് ചെയ്തു. ചോറൊക്കെ ഞാൻ ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ പ്ലേറ്റിൽ അവിടെ കൊണ്ടുപോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എടുത്ത് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരബദ്ധം പറ്റിപ്പോയി. അബദ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു അടിയായിപ്പോയി എനിക്ക്. ഞാനത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഷാള് തട്ടി കുപ്പി താഴെ വീണ് പൊട്ടി. അങ്ങനെ മായാവി പറന്നു പോയി. കുപ്പിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ എനിക്കാകെ കരയണോ ചിരിക്കണോ എന്തോ. ഞാൻ കരഞ്ഞില്ല, പിടിച്ചു നിന്ന്. എൻ്റെ മോൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ ചോദ്യം, എന്തിനും ഉമ്മച്ചി അതങ്ങ് പൊട്ടിച്ച്. ഞാൻ പറഞ്ഞു നമുക്കിനി പോണ്ടേക്കാ. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എനിക്കെന്തോ പിന്നെ ഒരു സന്തോഷം. എല്ലാം പൊയ്ക്കോണ്ട് നമുക്ക് എവിടെ നിന്നായാലും കുപ്പി ഒപ്പിച്ച് വരയ്ക്കാം, നീ വാന്നങ്ങനെ. ഞങ്ങൾ അന്വേഷിച്ച് നടന്ന് ഒരിടത്തുനിന്ന് സാധനം കിട്ടി. അങ്ങനെ അതും എടുത്തുകൊണ്ട് നേരെ അവിടെ തന്നെ ആറുണ്ടായിരുന്നു. എൻ്റെ മേലൊക്കെ ചെളിയായിരുന്നു. അവിടെ കൊണ്ടുപോയി കഴുകിയിട്ട് ഞാൻ നേരെ സ്കൂളിൽ ചെന്ന് വരച്ചു. ഞാൻ പേടിച്ച്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ കൊണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഏവനാണ്. ഞാൻ സ്കൂളിലെത്താൻ തന്നെ ഒരുപാട് താമസിച്ചു. ഏകദേശം 9:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനങ്ങ് വരച്ചെടുത്തു. അവനെ റെഡിയാക്കി എടുത്തായിരുന്നു. ആളുകളെല്ലാം എന്തോ ഒരു അത്ഭുതം പോലെയാണ് നോക്കുന്നത്. കാരണം ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരേണ്ട കാര്യങ്ങളാണല്ലോ. ഇവിടെ വന്നിരുന്ന് അങ്ങനെ ചോദിക്കുന്നവരെല്ലാം ഞാൻ ഈ ഒരൊറ്റ ഡയലോഗ്, സാധനം പൊട്ടിപ്പോയി, ഞാനിത് വീണ്ടും ചെയ്യുവാണെന്ന്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അപ്പോഴത്തേക്കും റംസാനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇവൻ ഒരുപാട് കളറൊന്നും ഇടാൻ നിന്നില്ല. അവൻ ചൊറിയിടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങളെ പിള്ളേരെ ഇതായിട്ടില്ലായിരുന്നു, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ആ ചാർലി ചാപ്ലിനൊക്കെ ഇരിക്കുന്നു, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോസ് അടുത്തിടാം, പാർട്ട് 2 ആയിട്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.